കഴിയുന്നത്ര യാത്ര ചെയ്യണം. അതുതന്നെയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇത് സമൂഹത്തിന് വളരെ ദോഷം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ ഇങ്ങനെ വരുന്ന തലമുറ ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല, കാരണം ഞാൻ അതിനു വേണ്ടിയൊന്നും ചെയ്തിട്ടുമില്ല. എങ്ങനെയാണെന്നും എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും എനിക്ക് എൻ്റെ ബുക്കും പിന്നെ അതുപോലെ എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു പ്രപ്പോസൽ പോയി എന്നെ അതിൽ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞൊരു നോട്ടീസാണ് എനിക്കത് കിട്ടിയത്. എല്ലാവർക്കും അറിയാം, ഞാൻ വേണമെങ്കിൽ പട്ടിണി കിടക്കും, പക്ഷേ എനിക്ക് യാത്ര ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. യാത്രയുടെ വിശേഷങ്ങൾ കേട്ടു. എങ്ങനെയാണ് മാഷിൻ്റെ യാത്ര രീതികൾ? ഒറ്റയ്ക്കാണോ അല്ല കൂട്ടുകാർ ചേർന്നാണോ? എങ്ങനെയൊക്കെയാണ് പോകുന്നത്? അത് എല്ലാ രീതിയിലും ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ വിദേശ യാത്രകളൊക്കെ പോകുന്നത് ഏതെങ്കിലും ട്രാവൽ ഏജൻസി മുഖാന്തരമായിരിക്കും. അപ്പോൾ അതുപോലെ മറ്റു പല യാത്രകളും ട്രാവൽ ഏജൻസി മുഖാന്തരം പോകാൻ കഴിയുന്നതൊക്കെ അങ്ങനെ പോകാനാണ് താല്പര്യം പോകുന്നത്. ഇപ്പോൾ പോകുന്ന ഈ ഹിമാലയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിമാലയത്തിലേക്കുള്ള ടൂറിസം ഏജൻസി എന്ന് പറയുന്നത് ചാർധാം യാത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു സ്ഥലത്തേക്കും ടൂർ ഏജൻസികളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് പോകണം. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ നേരിട്ട് പോയിട്ട് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ശ്രീകണ്ഠ മഹാദേവ കൈലാസം നമ്മൾ വാഹന ഗതാഗതം അവസാനിക്കുന്നിടത്തുനിന്ന് 7 ദിവസം ട്രക്കിംഗ് വേണം. അപ്പോൾ ഈ സ്ഥലങ്ങളെന്ന് പറയുന്നത് ജനവാസമുള്ള സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ക്യാമ്പ്, ആഹാരമൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കരുതിക്കൊണ്ട് വേണം ഈ യാത്രയ്ക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ലോക്കൽ ആളുകളുടെ സഹായം തേടും. അങ്ങനെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളോടൊപ്പം നമുക്ക് ടെൻറ്റും അത്യാവശ്യം ആഹാരത്തിനുള്ള സംവിധാനങ്ങളൊക്കെ കൂടെ കൊണ്ട് അവർ നമ്മളോടൊപ്പം വരും. അങ്ങനെയാണ് ഇപ്പോൾ ഹിമാലയ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നടത്താൻ പറ്റും. എനിക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന 2-3 സുഹൃത്തുക്കളുണ്ട്. അവർ എന്നോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം, മാഷി എഴുത്തുകാരനും കൂടെ ആയതുകൊണ്ട് ഈ പോകുന്ന യാത്രകളെല്ലാം വിശദമായിട്ട് കണ്ട് നിരീക്ഷിച്ച് അതിന് വേണ്ടിയിട്ടും കൂടെ ആണല്ലോ പോകുന്നത്. അപ്പോൾ അത്രയ്ക്ക് നിരീക്ഷിക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത്രയും യാത്രകൾ ചെയ്ത മാഷ് പല സ്ഥലത്തെയും പല സംസ്കാരങ്ങളൊക്കെ കണ്ടു. അതുമായിട്ട് നമ്മുടെ ഈ കൊച്ചു സ്ഥലങ്ങൾ, നമ്മുടെ കേരളത്തെ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അവരുടെ ജീവിത രീതികളും സംസ്കാരങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ മതി. ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യക്ക് വെളിയിലും പോയിട്ടുണ്ട്, ഇന്ത്യയുടെ ഏകദേശമുള്ള സ്ഥലങ്ങളും പോയിട്ടില്ല. അപ്പോൾ ഒരുപാട് അതിനുള്ള കാര്യങ്ങളും മാഷിൻ്റെ യാത്രാ വിവരണങ്ങളിൽ ബുക്കുകളിലും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സംസ്കാരവും അവരുടെ സംസ്കാരങ്ങളും എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇപ്പോഴും പണ്ടത്തെ സംസ്കാരം. ശരിക്കും പറഞ്ഞാൽ അത് പറയുമ്പോൾ ലോകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് കലർപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പല മൂല്യങ്ങളും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് പകരം തിന്മകൾ നമുക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ നമുക്ക് ഭാരതത്തിൽ പാടാൻ പറ്റുന്നത്, പ്രത്യേകിച്ചും കേരളത്തിൽ. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് മാറേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ തനത് സ്വഭാവം വിട്ടിട്ട് പാശ്ചാത്യ സംസ്കാരം സ്വീകരിക്കുമ്പോഴും അവിടെ നല്ലതൊന്നും നമ്മൾ കാണാതെ പോകും. അവിടെ ഈ പറയുന്ന സ്വാഭാവികമായിട്ടും ചീത്തയോ അല്ലെങ്കിൽ ആഡംബരം എന്നുള്ള രീതിയിലേക്കാണ് നമ്മളെല്ലാം ഭ്രമിക്കുന്നത്. അല്ലാതെ നമ്മുടെ ജീവിത മൂല്യങ്ങളൊന്നും നമ്മൾ ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്നില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ ജീവിതം കണ്ടുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഇന്ന് ഏറ്റവും കൂടുതലാണ്. അത് നമ്മൾ ഈ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇത്. പിന്നെ അതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പറയാതിരിക്കാന്ന് പറ്റത്തില്ല. കാരണം മുമ്പ് നമ്മൾ കുട്ടികൾ വീട്ടിലും സ്കൂളിലും ഇല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന എല്ലായിടത്തും ഒരു അച്ചടക്കം പാലിക്കാൻ നിർബന്ധിതരായിരുന്നു. ആ ഒരു ഉത്തരവാദിത്വം നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഉണ്ടായിരുന്നു, അത് നിറവേറ്റിയിരുന്നു. പക്ഷേ ഇന്ന് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. വീട്ടുകാർക്ക് ഒരു പരിധിക്കപ്പുറത്ത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മറ്റ് ഈ കുട്ടികൾ ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഒട്ടും പറ്റുന്നില്ല. കാരണം ഒരു കുട്ടിയെ ഇന്ന് വഴക്ക് പറഞ്ഞാൽ പോലും പിറ്റേ ദിവസം കോടതിയിൽ പോകേണ്ട സ്ഥിതിവിശേഷം വന്നതുകൊണ്ട് അധ്യാപകർ തീർത്തും നിസ്സഹായരാണ്. ഇത് ഗുണകരമല്ല.
ഇത് സമൂഹത്തിന് വളരെ ദോഷം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ ഇങ്ങനെ വരുന്ന തലമുറ ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ആർക്കും ഈ ശരിയായ മാർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു തലമുറ വന്നിരിക്കുന്നു. മാത്രമല്ല, ഇവരെ ഉപയോഗിക്കാനും വഴിതെറ്റിക്കാനും പല ഗ്രൂപ്പുകളും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്താനും ലാഭം കൊയ്യാനും ഈ മയക്കുമരുന്ന് ഉൾപ്പെടെ അങ്ങനെ എല്ലാ റാക്കറ്റുകളുടെയും ഇടയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹ ജീവിതം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇത് നമ്മൾ തിരിച്ചറിയുകയും നമ്മളെ കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുസ്സഹമായി പോകും എന്ന് വളരെ വേദനയോടുകൂടി പറയേണ്ടി വരും. അതെ 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 അത് വേണം. മുതിർന്നവരെ അനുസരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കുട്ടികൾ മറന്നുപോയി. അവർ കേവലം മത്സരിക്കാൻ വേണ്ടി മാത്രം പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണാനുള്ളത്. അത് അവരുടെ മാത്രം കുറ്റമല്ല, രക്ഷിതാക്കളും അതിന് ഇപ്പോൾ ഇതുണ്ട്. കാരണം എൻ്റെ കുട്ടി എല്ലാറ്റിലും ഒന്നാമനാകണം എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരെയും അവൻ തീർക്കണമെന്നുള്ളതാണ്. അതിനെന്ത് മാർഗവും സ്വീകരിക്കാവുന്നതാണ് ഇപ്പം വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആരോഗ്യകരമായ മത്സരം അല്ല. അപ്പോൾ അത് സമൂഹത്തിന് നല്ലതല്ല. അതെ, പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മാഷ് ഒരു തികഞ്ഞ യാത്രകൻ മാത്രമല്ല, ഒരു കലാകാരനാണ്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കൂടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞു, യാത്രകളുടെ വിശദീകരണം കൂട്ടുകാർക്കും മറ്റുള്ള ആൾക്കാർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പൊതുവിൽ കൂടുമായിരുന്നു, അല്ലെങ്കിൽ അതിനൊന്ന് കുറിപ്പുകളാക്കി മാറ്റിയതാണ് മാഷിൻ്റെ പുസ്തകങ്ങളാണ്. അപ്പോൾ പുസ്തകങ്ങളുടെ വിശേഷങ്ങളൂടെ നമുക്ക് ചോദിച്ചറിയാം. മാഷ് ഇതുവരെ എത്ര പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്? അതൊക്കെ എഴുതാനുള്ള സാഹചര്യം എന്താണ്? ഇതുവരെ എഴുതിയ പുസ്തകത്തിൻ്റെ കണക്ക് പറയാൻ പറ്റില്ല. പ്രസിദ്ധീകരിച്ചത് 8 എണ്ണമാണ്. കാരണം ഇപ്പോൾ തന്നെ ഒരു പലതിൻ്റെയും നക്കൽ എഴുത്ത് കൈയെഴുത്ത് പ്രതികൾ ഇരിക്കുന്നുണ്ട്, ഒരുപാടെണ്ണമുണ്ട്. അപ്പം ഇതുവരെ പ്രസിദ്ധീകരിച്ച 8 ബുക്കുകളാണ്. അതിൽ ആദ്യത്തേത് ഭാരതയാത്രയാണ്. അത് ഭാരതത്തിനകത്ത് നടത്തിയ കുറച്ച് യാത്രകളുടെ ഒരു സമാഹാരമാണ്. രണ്ടാമത്തെ ബുക്കെന്ന് പറയുന്നത് തായ്ലൻഡിൻ്റെ അനുഭവങ്ങളാണ്. തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. അവിടെ പോയതിൻ്റെ അനുഭവങ്ങളും അവിടെ എനിക്ക് വളരെയധികം വേദനിച്ച ഒരു അനുഭവം കൂടിയുണ്ട്. കാരണം അവിടുത്തെ ടൂറിസം ഒരു പ്രത്യേക രീതിയിലാണ്. അത് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും ഇല്ലെങ്കിൽ സുഖിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ യുവതലമുറ വളരെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സ്ഥിതിവിഷയം കൂടിയുണ്ട്. അത് ഞാൻ വേറെ അർത്ഥത്തിൽ കാണരുത്, എന്നാലും അത് തനിമയായി തന്നെ തായ്ലൻഡിൻ്റെ തനിമ തേടിയെന്നാണ് ആ ബുക്ക് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനും എനിക്ക് രണ്ടാമതൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ബുക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള കുറിപ്പെന്നുള്ളതിൽ എഴുതിയെങ്കിലും ആദ്യത്തെ ബുക്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നെ ബുക്ക് ആയിട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ബാക്കിയെല്ലാം. അപ്പോൾ ആ ഒരു ചാനലിൽ വന്നു, ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലേക്കൊരു ചാനലിൽ വന്നു. പ്രത്യേകിച്ച് ഒരു ദേശീയ അവാർഡും കൂടി കിട്ടിയപ്പോൾ എനിക്കും എന്തൊക്കെയോ കഴിയും എന്നൊരു ആത്മവിശ്വാസം നമുക്ക് തന്നെ തോന്നുമല്ലോ. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനമാകും. അപ്പോൾ അങ്ങനെയാണ് തായ്ലൻഡിൻ്റെ തനിമ തേടി എന്നുള്ള ബുക്ക് എഴുതിയത്. പിന്നെ ഞാൻ 2014 പറഞ്ഞത് വളരെ ആഗ്രഹിച്ചതിന് ശേഷമാണ് കൈലാസ യാത്ര പോയത്. ഞാൻ പോയ ഏറ്റവും ചിലവേറിയതും ബുദ്ധിമുട്ടുള്ള യാത്രയാണ് കൈലാസ യാത്ര എന്ന് പറയുന്നത്. അതൊന്ന്, അവിടെ പോകണമെങ്കിൽ തന്നെ ചൈനയുടെ വിസയും പാസ്പോർട്ടും ഒക്കെ വേണം. വളരെ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അവിടെ വിസ അനുവദിക്കപ്പെടുന്നത്. പിന്നെ നല്ല ചിലവുമുണ്ട്. ഞാൻ 2014 പോകുമ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് 2,5-2.5 ലക്ഷം രൂപ ചിലവാണ് കൈലാസ യാത്ര. എന്നെപ്പോലെയുള്ള ഒരുത്തന് പെട്ടെന്നായ ഇത്രയും തുക സംഘടിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം അത്രയും വലുതായതുകൊണ്ട് ഞാൻ പല രീതിയിലാണ് ആ പണം സ്വരൂപിച്ചുകൊണ്ട് കൈലാസയാത്ര പോയത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, കൈലാസയാത്ര മാത്രമായിട്ട് തന്നെ. ഹിമശൈല സൈകത ഭൂവിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയത് സിംഗപ്പൂർ, മലേഷ്യ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. സിംഗപ്പൂർ, മലേഷ്യ എന്ന് പറയുന്നത് നേരത്തെ ഈ പറഞ്ഞത് നമുക്ക് എല്ലാം ഉണ്ടായിട്ടും വളരാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ വെറും ഒരു ചെറു ദ്വീപാണ് സിംഗപ്പൂർ. അവിടെ ഒന്നുമില്ല, വെറും മണലാണ്. പക്ഷേ അവരുടെ ദൃഢനിശ്ചയവും കഠിനാധ്വാനവും കൊണ്ടിപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും
മുന്നിൽ നിൽക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ. അപ്പോൾ അതൊരു നമുക്കെല്ലാം ഒരു മാതൃകയാണ് സിംഗപ്പൂർ. അവിടെ കുടിവെള്ളം പോലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. സ്വന്തമായി കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ. പക്ഷേ അവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കിവിടെ എല്ലാം ഉണ്ടായിട്ടും നമുക്ക് വളരാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനകത്ത് എന്താണ് പ്രശ്നം, യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമ്മൾ ഇനിയും തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഞാനൊരു സാമൂഹ്യ ഇടപെടലിൻ്റെ ആളും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സിംഗപ്പൂരിൻ്റെയും മലേഷ്യയുടെയും അനുഭവങ്ങൾ കൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് വികസന ശൃംഖങ്ങളിലൂടെ എന്നാണ്. കാരണം വികസനത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2 രാജ്യങ്ങളിൽ ആ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത് 4ാമത്തെ ബുക്ക്. പിന്നെ ഞാൻ കണ്ണൂരിനെ കുറിച്ചൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ അറിയാം, സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും ഒക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കണ്ണൂരിൽ ഒരുപാട് ദിവസം ഞാൻ യാത്ര ചെയ്തു. കണ്ണൂരിൻ്റെ കുറേ തനത് കലകളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഒക്കെ സന്ദർശിച്ചു. ഏഴിമല നാവിക അക്കാദമി ഇതെല്ലാം കൂടി കണ്ടു. പിന്നെ നമുക്ക് വളരെ വ്യത്യസ്തമായ 2 അമ്പലങ്ങളുള്ള ജില്ലയാണ് കണ്ണൂർ. അതിലൊന്ന് കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. മറ്റു ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത ആചാരവും വിശ്വാസവും പൂജാക്രമങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അവിടുത്തെ വൈശാഖ മഹോത്സവം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അത് പലരും പോകുമെങ്കിലും അതിൻ്റെ ശരിയായ ഒരു അറിവ് എല്ലാവർക്കും ഇല്ല എന്ന് എനിക്ക് തന്നെ തോന്നി. പിന്നെ മറ്റൊന്ന് വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് മുത്തപ്പൻ ക്ഷേത്രം. അവിടെയും ഇതുപോലെ വ്യത്യസ്തമായ ആചാരവും പൂജാക്രമങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആധികാരികമായി പിന്നെ പഠിച്ചുകൊണ്ടൊരു പുസ്തകം. അതോടൊപ്പം കണ്ണൂരിൻ്റെ മറ്റ് കേന്ദ്രങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ കാഴ്ചകളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബുക്ക്. പിന്നെ മറ്റൊരു ബുക്കെന്ന് പറയുന്നത് ഇന്തോനേഷ്യയിൽ പോയി. ഇന്തോനേഷ്യയിൽ ബാലി ദ്വീപ്. ഇന്തോനേഷ്യ ശരിക്കും പറഞ്ഞാൽ ഒരു 700-800 ദ്വീപുകളുടെ ഒരു സമാഹാരമാണ് ഇന്തോനേഷ്യ. അതിൽ കുറച്ച് ദ്വീപുകളിലെ ആൾവാസമുള്ളൂ, ബാക്കിയൊക്കെ ഇനി വെറുതെ കിടക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് ബാലി എന്ന് പറയുന്നത്. ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിലും ബാലി ഒറ്റയ്ക്കെടുക്കുമ്പോൾ 95% പേരും ഹിന്ദുക്കളാണ്. മാത്രമല്ല അവർ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ പുരാണങ്ങളാണ് അവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബാലിയുടെ അനുഭവങ്ങളും അതൊക്കെ ഉണ്ട്. അതൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് അഗ്നിപർവ്വതങ്ങളുടെ നാട്ടിലൂടെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. കാരണം ഇന്തോനേഷ്യയിൽ ഇപ്പോഴും അഗ്നിപർവ്വതങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അഗ്നിപർവ്വതങ്ങളുടെ നാട്ടിലൂടെ എന്നുള്ള ഒരു പേരിൽ ഒരു പുസ്തകം അങ്ങനെ എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ പേര് ഇതാണ് പുസ്തകം. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം സ്വപ്നഭൂമിയിലൂടെ എന്നാണ്. ഇത് ദുബായ് അബുദാബി അനുഭവങ്ങളാണ്. ദുബായിലും UAE-യിലുള്ള 2 പ്രവിശ്യകളിൽ പോയ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളെ കുറിച്ചുള്ളതാണ് ഈ ഒരു ബുക്ക്. അപ്പോൾ ഇത്രയും ആണ് യാത്രാക്കുറിപ്പുകൾ. പിന്നെ 8ാമത്തെ ഒരു ബുക്കെന്ന് പറയുന്നത് ഏകാന്ത പതികൻ എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യാത്രാക്കുറിപ്പല്ല, മറിച്ച് എൻ്റെ തന്നെ കഥയാണ്, എൻ്റെ ബയോഗ്രഫിയാണിത്. എന്നെപ്പോലൊരു സാധാരണക്കാരൻ എന്തിനാണ് ആത്മകഥ എഴുതുന്നതെന്ന് ചോദിച്ചേക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 വയസ്സ് മുതൽ വ്യത്യസ്തമായ ചാലഞ്ചുകളിൽ കൂടി, വ്യത്യസ്തമായ രീതികളിൽ കൂടി, സ്വതന്ത്രമായ ചിന്തകളിലും പ്രവർത്തനങ്ങളിൽ കൂടി ആരുടെയും സഹായമോ പ്രോത്സാഹനമോ ഒന്നും ഇല്ലാതെയാണ് എല്ലാ തലങ്ങളിലും ജീവിച്ചു പോകുന്നത്. അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും നേട്ടങ്ങളും ഉണ്ട്, എനിക്ക് രണ്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയും ജീവിക്കാം എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സാധനം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എൻ്റെ ജീവിതമാണ്. അപ്പോൾ ഇത് വായിച്ച ആർക്കെങ്കിലും ഒരു പ്രചോദനമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതിലാണ് ഇങ്ങനൊരു പുസ്തകം. അപ്പോൾ ഇത്രയും ഇങ്ങനെ 8 പുസ്തകങ്ങളാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചത്. പിന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള പുസ്തകം എഴുതുക, അതിനെ വിറ്റഴിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലരും അത് തുറന്ന് പറയാറില്ലെങ്കിലും ഒരു സത്യാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4-5 ബുക്കിൻ്റെ മെറ്റീരിയൽസ് എൻ്റെ റെഡിയാണ്. പക്ഷേ പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, യാത്രാവിവരണങ്ങളാണ് ഇരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഞാൻ ഏറ്റവും അവസാനം ഇപ്പോൾ പോയത് കുംഭമേളയ്ക്കാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാമല്ലോ അല്ലേ പക്ഷേ.
കുംഭമേളയാണ്. കുംഭമേള എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഞാൻ 2021 ഹരിദ്വാറിൽ ആദ്യം ഒരു കുംഭമേളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. കുംഭമേളയ്ക്ക് പോയിട്ട് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചിന്താഗതിയും ജീവിത രീതിയും ഒക്കെ ഒരുപാട് മാറ്റിമറിച്ചത് അങ്ങനെയാണ്. ഞാൻ അതുവരെ ഒരു ശാസ്ത്ര പ്രചാരകനും ശാസ്ത്ര പഠിതാവും ഒക്കെ ആയിരുന്നുവെങ്കിൽ കുംഭമേളയിൽ എനിക്കുണ്ടായ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അതിനുള്ള മറുപടികൾ എനിക്ക് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ശാസ്ത്രത്തിൻ്റെ പരിമിതി കുറച്ച് മനസ്സിലാക്കുകയും എൻ്റെ സംശയങ്ങൾക്ക് മറുപടി എവിടെ കിട്ടുമെന്നുള്ള അന്വേഷണത്തിൽ ആദിശാസ്ത്രത്തിൽ മാത്രമേ എൻ്റെ മറുപടി കിട്ടുമെന്നാണ് എനിക്ക് ഉപദേശം കിട്ടിയത്. ആദിശാസ്ത്രം എന്ന് പറയുന്നത് വേദങ്ങളാണ്. നമ്മളെ ഭാരതത്തിലെ ആദിശാസ്ത്രങ്ങളെന്ന് പറയുന്നത് നമ്മളെ വേദങ്ങൾ, പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഉപനിഷത്തുക്കൾ, ആരണ്യങ്ങൾ, പുരാണങ്ങൾ, ഇങ്ങനെ ഒരു ശൃംഖല തന്നെ നമുക്കുണ്ട്. അത് നമ്മുടെ ഈ പറയുന്ന സനാതന ധർമ്മത്തെക്കുറിച്ചും ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചും ഉള്ളതൊക്കെയാണ്. അപ്പോൾ അതിനകത്താണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ സംസ്കാരം രൂപപ്പെട്ടത് എങ്ങനെയാണെന്നും വളരുന്നത് എങ്ങനെയാണെന്നും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വായനയും പഠിത്തവും ജീവിതക്രമം തന്നെ മാറിയെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയുന്ന ഒരു മടിയുമില്ല. ഞാൻ ആ ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരാളാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു ആൾ കൂടിയാണ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമല്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ജാതി മതത്തിനൊക്കെ ഉപരിയാണ്. മതം എവിടെ അവസാനിക്കുന്നുവോ അവിടെ ആധ്യാത്മികത തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതിനെ ശുഷ്കമായി കാണരുതെന്ന് മാത്രമേ എനിക്ക് ഒരു അഭിപ്രായമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാൻ കാരണം. അതിനകത്ത് ഞാൻ ആരാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആരാണ്, നമ്മൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഏതൊരു ജീവിയുടെയും ഉൽപ്പത്തി എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത് മണ്ണിനാണ്, അവസാനിക്കുന്നതും മണ്ണിലേക്കാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ചില ഈ തട്ടുകൾ മാത്രമാണ് ഈ പറയുന്ന ഇതെല്ലാം, അച്ഛൻ, അമ്മ, ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ മണ്ണിൽ നിന്ന് തുടങ്ങി മണ്ണിലേക്ക് തന്നെ പോകുന്നതാണ് നമ്മൾ എല്ലാവരുടെയും, മനുഷ്യൻ്റെ മാത്രമല്ല എല്ലാ ജീവികളുടെയും ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ജീവൻ ഇതിന് കിട്ടുന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പം ബീജം എന്ന് പറയുന്നത് ഒരു കണിയാണ്, അതിനകത്തൊരു ജീവൻ എന്ന് പറയുന്നത് അതെങ്ങനെ വന്നു, അങ്ങനെ പറയുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിന് മൊത്തത്തിലൊരു ഊർജ്ജവും ശക്തിയൊക്കെ ഉണ്ട്. അതിൻ്റെ ചെറു കണികളാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത്. അതിന് പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. അത് ഈ പ്രപഞ്ച ശക്തിയാണ്. അതിൻ്റെ ഓരോ കണി ഓരോരുത്തർക്കും കിട്ടുന്നു, അത് വീണ്ടും പോകുന്നു, മറ്റു രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഈ ആധ്യാത്മിക കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഞാൻ ഈ പറയുന്നത് ഞാൻ ആര്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, ഇല്ലെങ്കിൽ ഞാൻ എന്താകണം എന്നുള്ളത് ചിന്തിക്കുന്നു. നമ്മളിപ്പോൾ ശിഷ്ടജീവിതം എന്ന് ചോദിച്ചാൽ എന്താകും, മോശമായ ജീവിതം എന്ന് വെച്ചാൽ എന്താകും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു നന്മയിലേക്ക് തന്നെ മനുഷ്യനെ പറഞ്ഞു വിടുന്ന ഒരു രീതിയാണ് ഈ പറയുന്നത് ആധ്യാത്മിക. അല്ലാതെ അതിനകത്ത് ജാതി വളർത്തുക, മതം വളർത്തുക എന്നുള്ളതൊന്നും ഒരിക്കലും ആരുടെയും വിഷയങ്ങളല്ല എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ബുക്കുകൾ പ്രസിദ്ധീകരിച്ചല്ലേ, നമ്മൾ വിചാരിച്ച കോപ്പീസ് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടോ, ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോ? നേരത്തെ അച്ചടിച്ച 4 ബുക്കുകളുടെ ആദ്യം അച്ചടിച്ച് തീർന്നു കഴിഞ്ഞു. രണ്ടാമത് പിന്നെ അതിൻ്റെ റീ എഡിഷൻ നടത്തിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുള്ളത് ഈ പറയുന്ന 4 ബുക്കുകളാണ്. ഇതിപ്പോഴും കോപ്പീസ് എൻ്റെ കയ്യിലുണ്ട്. കുറച്ചിങ്ങനെ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വിറ്റയച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവം കൊണ്ട് എഴുതിയ ബുക്കുകളാണ്, അതെ, പ്രയോജനപ്പെടട്ടെ. അതുപോലെ തന്നെ നമുക്ക് മാഷിന് നേരത്തെ പറയുകയുണ്ട് ഇടയ്ക്ക്, എന്തായിരുന്നാലും ഇപ്പോൾ യാത്രയിലായിരുന്നാലും എഴുത്തിലായിരുന്നാലും മാഷിനെ തേടി വന്നിട്ടുള്ള പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ഇത്രയും കഷ്ടപ്പെട്ട് മാഷ് പറഞ്ഞല്ലോ സ്വന്തം ജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഇതുപോലുള്ള യാത്രകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഇപ്പോൾ ഉണ്ട്. ഞാൻ 2014 ശരിക്കും പറഞ്ഞാൽ കൈലാസ യാത്ര പോയിട്ട് തിരിച്ചിവിടെ വന്നപ്പോഴാണ് ഞാനൊരു ശുഭവാർത്ത അറിഞ്ഞത്. എനിക്കൊരു ദേശീയ അവാർഡ് കിട്ടുന്നു എന്നുള്ളത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല, കാരണം ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. എങ്ങനെയാണെന്നും എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും എനിക്ക് എൻ്റെ ബുക്കും പിന്നെ അതുപോലെ എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു പ്രപ്പോസൽ പോയി എന്നെ അതിൽ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞൊരു നോട്ടീസാണ് എനിക്കത് കിട്ടിയത്. ഇപ്പോൾ ജനുവരി 13-14 തീയതികളിൽ 1914
ഡിസംബറിൽ ഞാൻ ഡൽഹിയിൽ പോയി. ഏതാണ്ട് ഒരു 10,000 പേര് പങ്കെടുത്ത ഒരു യോഗത്തിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ കേന്ദ്രമന്ത്രിമാരും സ്പീക്കറും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളെല്ലാം കൂടി ഇരിക്കുന്ന ഒരു വലിയ മഹായോഗത്തിൽ വെച്ച് അങ്ങനെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിയുന്നു എന്നുള്ളത് എനിക്കൊരു ഒരു അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനെ തുടർന്നുകൊണ്ട് തന്നെ എനിക്ക് നാട്ടിൽ ഒരുപാട് വ്യക്തി സ്ഥാപനങ്ങളും ഒക്കെ ഒരുപാട് ആദരങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 10-200 ആദരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2015 എൻ്റെ രണ്ടാമത്തെ നേരത്തെ ഈ പറഞ്ഞ തായ്ലൻഡിൻ്റെ തനിമതേണി എന്ന പുസ്തകത്തിന് നമ്മളെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന നവരസം സംഗീത സഭ എന്ന് പറയുന്ന ഒരു സംഘടന എനിക്കൊരു പുരസ്കാരം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുസ്തകത്തിനായിട്ട് പുരസ്കാരങ്ങൾ ഈ 2 കിട്ടിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും ധാരാളം അനുമോദനങ്ങളും പ്രചോദനങ്ങളും ഒക്കെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അറിയുന്നുണ്ട് എന്നുള്ളതൊരു അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു കാര്യം, ഇപ്പോൾ മാഷി ഈ പ്രായത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. നമ്മുടെ വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാർ എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ് മാഷിൻ്റെ കൂടെ? ഇതിന് ഒപ്പം നിൽക്കുകയാണ്? ഒപ്പം നിൽക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അറിയാം, ഇത് എൻ്റെ ഒരു രക്തത്തിൽ അലിഞ്ഞ ഒരു സാധനമാണ്. കാരണം 44 വർഷമായിട്ട് ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം നിർത്താൻ പറ്റില്ല. അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ വേണമെങ്കിൽ പട്ടിണി കിടക്കും, പക്ഷേ എനിക്ക് യാത്ര ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും മുൻഗണന എന്ന് പറയുന്നത് യാത്രകൾക്കാണ്. അതോടൊപ്പം എഴുത്തും അതിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ എഴുതുക എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷം. പക്ഷേ ഇനി അടുത്ത തുടർ പരിപാടികൾ ഭാവി ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇനി അടുത്ത് കിട്ടണം അല്ലെങ്കിൽ ചെന്നെത്തണം എന്ന് വിചാരിക്കുന്ന ഒരു യാത്രയിൽ അല്ലെങ്കിൽ എഴുത്തിൽ എന്താണ് അടുത്തൊരു മുന്നിലുള്ളൊരു വിഷൻ എന്ന് പറയുന്നത്? ഭാവി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നടത്ത് കഴിയുന്നത്ര യാത്ര ചെയ്യണം. അത് തന്നെയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ആരോഗ്യവും ഈ പറയുന്ന സാമ്പത്തികവും അനുവദിക്കുന്നിടത്തോളം കാലം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. അത് എത്രമാത്രം എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ കഴിയുന്നത്ര തവണ ഹിമാലയം പോകണം. പിന്നെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ല എന്നല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥാപിത ജീവിതത്തിനോട് വലിയ താല്പര്യമില്ല. താല്പര്യമില്ലാത്തതല്ല, എൻ്റെ മനസ്സ് മുഴുവൻ ഹിമാലയമാണിപ്പോൾ. അപ്പം നമ്മളിവിടുത്തെ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ വിട്ടിട്ട് ഒരു സ്വതന്ത്രമായി ഹിമാലയത്തിൽ ഇങ്ങനെ ഒന്ന് പോകണമെന്നുള്ളൊരു ചിന്ത എന്നെ പലപ്പോഴായിട്ട് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരസ്യമായി പറയാൻ പോകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വേണ്ട ചിന്ത അങ്ങനെ തന്നെയാണ്. അത് എന്ന് സംഭവിക്കുക എപ്പോൾ സംഭവിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു മനസ്സ് അങ്ങനെയാണ് എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഹിമാലയത്തിലേക്ക് പോകാനുള്ളൊരു വെമ്പലിലാണ് ഞാൻ ഇരിക്കുന്നത്. പോകുന്ന ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അതെ. അപ്പോൾ നമ്മൾ യാത്രയെക്കുറിച്ചും എഴുത്തിനെ കുറിച്ചൊക്കെ നമ്മൾ മാഷിനെ കുറിച്ച് അറിഞ്ഞു. ഇതല്ലാണ്ട് സാമൂഹികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ മാഷി ചെയ്യുന്നുണ്ട്. എന്താണ് ചുരുക്കം വാക്കുകൾ? ചുരുക്കം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ കാണുന്ന ഒരു PSC കോച്ചിങ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ആദ്യ രൂപം ശരിക്കും പറഞ്ഞാൽ ചെയ്തത് ഞങ്ങളാണ്. ഗ്രന്ഥശാലയിൽ VGC, അതായത് വൊക്കേഷണൽ ഗൈഡൻസ് സെൻ്റർ എന്നുള്ള ഒരു പരിപാടി തുടങ്ങി. അന്ന് ഈ ഗസറ്റ് മുഖാന്തരമാണ് വിജ്ഞാപനങ്ങൾ വരുന്നത്. അപ്പോൾ ഗസറ്റിൽ വരുന്ന വിജ്ഞാപനങ്ങൾ ബ്ലാക്ക് ബോർഡിൽ എഴുതിയിടുക. അതിനാവശ്യമായ ഓരോ അപേക്ഷയ്ക്കും പ്രത്യേകം ഫോമുണ്ട് PSCയിൽ. ആ ഫോം അവിടെ കൊണ്ടുവയ്ക്കുക, അത് ആൾക്കാർക്ക് കൊടുക്കുക, ഇതിനാവശ്യമായ ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളൊരു പ്രധാന പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ കൂടിയാണ് ഞങ്ങളതിൽ ബന്ധപ്പെട്ടവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ സർക്കാർ സർവീസിൽ കയറുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ്. അത് ഒന്ന് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ സ്കൂൾ എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ട് കുറേ കാലം ഒരു ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പരിഷത്തിൻ്റെ പേരിലും അല്ലാതെ ഈ സ്കൂളിലൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു സിലബസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് വിഷയങ്ങളെല്ലാം ഞാനാണ് തീരുമാനിക്കുന്നെങ്കിലും ഓരോ വിഷയങ്ങളും എടുക്കാൻ
ശേഷിയുള്ള പ്രഗത്ഭരായ ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരു പിന്നെ അവസാനം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആധ്യാത്മിക ചിന്തയൊക്കെ വന്നതിൻ്റെ ശേഷം യോഗയും മെഡിറ്റേഷനും ഒക്കെ ഞാനൊന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്ന് എനിക്കും തോന്നി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിനടുത്ത് തന്നെ മറ്റൊരു വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു യോഗ ക്ലാസ് നടത്തുന്നുണ്ട്. അത് തികച്ചും സൗജന്യമാണ്. താല്പര്യം മാത്രം മതി. താല്പര്യം ഉണ്ടെങ്കിൽ അത് അവർക്ക് വിജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് കുറച്ച് പേര് വരുന്നുണ്ട്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതും കൂടി ഉള്ള വിഷയം. പിന്നെ ബാക്കി ഇടപെടലൊക്കെ ഉണ്ട്. ഇപ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും പലപ്പോഴും നേരത്തെ ഇപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയ അതിപ്രസരം ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെയൊക്കെ പോലെയുള്ളവൻ യഥാർത്ഥത്തിൽ ഇടപെടുന്നതിൻ്റെ ഒരു പരിമിതി ഒരുപാടുണ്ട്. അതെ, പരിധി നമുക്ക് വ്യക്തിപരമായി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു രംഗം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെടുന്ന ഒരാളാണ്. ഇപ്പം പണ്ട് മുതലേ ബ്ലഡ് കൊടുക്കുക, ബ്ലഡ് ആൾക്കാരെ കൊണ്ട് കൊടുപ്പിക്കുക, ഇതെൻ്റെ ഒരു പരിപാടിയായിരുന്നു. അതിനുശേഷം പിന്നെ ഈ ആക്സിഡൻ്റ് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവയവങ്ങൾ ദാനം ചെയ്യുക, കണ്ണ് ദാനം ചെയ്യുക, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൾ ദാനം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആക്സിഡൻ്റ് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അവയവങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാനുള്ളൊരു സമ്മതപത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മൃതശരീരം കുട്ടികൾക്ക് പഠന ആവശ്യത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ സമ്മതപത്രം കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കുക മാത്രമല്ല, ഈ മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ധാരാളം പേരുടെ അനുമതി പത്രങ്ങൾ, ഇതുപോലെ സമ്മതപത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനും കൂടി ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാൻ തുടങ്ങുമ്പോൾ ഇത് ആരും ഏറ്റെടുത്തിരുന്നില്ല. ഇന്ന് മറ്റൊരുപാട് സംഘടനകൾ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അത്രയും സജീവമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു ദൗത്യം എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഞാനിത് ഇറങ്ങുമ്പോൾ വളരെ എതിർപ്പും പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ സമൂഹത്തിൽ ഇട്ടുകൊടുക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടുകാരനാണ്, എൻ്റെ സ്ഥലത്തിന് അടുത്താണ്. മാഷ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ മാഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കും അല്ലെങ്കിൽ പുതുതലമുറയ്ക്കൊക്കെ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. അവസാനം പറഞ്ഞതുപോലെ തന്നെ യാത്രകളും എഴുത്തുമാണ് മാഷിൻ്റെ ജീവിതം. ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ആ യാത്രകളുടെ വിവരണങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ട് ബുക്കുകളിലൂടെയോ അല്ലാതെയോ പ്രസിദ്ധീകരിക്കാനുമുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് നിർത്തുകയാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്തൊരു അതിഥിയുമായിട്ട് നമുക്ക് കാണാം. മാഷിന് എല്ലാ ആശംസകളും നമ്മുടെ ടീമായിട്ട് നേരുന്നുണ്ട്. നമസ്കാരം.